മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ പ്രവാചക ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോവുക മാത്രമാണ് ഈ ചിത്രം ചെയ്യുന്നത്. ഇസ്ലാമിന്റെ ഏതു മുന്നേറ്റത്തിനും നേതൃത്വം നൽകിയിരുന്നത് തിരുമേനി തന്നെയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി താലിബ് തുടങ്ങി ഒട്ടനവധി പ്രമുഖ സഹാബികൾ സദാസമയവും തിരുമേനിയുടെ കൂടെ തന്നെയായിരുന്നു. എന്നാൽ ഈ ചിത്രത്തിൽ അവരെയൊന്നും ചിത്രീകരിച്ചിട്ടില്ല. അതേസമയം ചിത്രീകരിച്ച ചരിത്ര മുഹൂർത്തങ്ങളിലെല്ലാം തിരുമേനിയും പ്രമുഖ സഹാബികളും മുൻനിരയിൽ തന്നെയുണ്ടായിരുന്നു എന്ന വസ്തുതയോടുകൂടിയായിരിക്കണം ഈ ചിത്രം കാണേണ്ടത്. പ്രവാചക ചരിത്രം പഠിക്കാനുള്ള ഒരു പ്രചോദനം മാത്രമാണ് ഈ ചിത്രം. വിശദാംശങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയും പണ്ഡിതന്മാരിലൂടെയും നേടിയെടുക്കാൻ ശ്രമിക്കുക. കെയ്റോയിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ലബനാനിലെ ഉന്നത ഇസ്ലാമിക സഭയും ഈ ചിത്രത്തിൻ്റെ വിശ്വാസ്യതയ്ക്കും സൂക്ഷ്മതയ്ക്കും അംഗീകാരം നൽകിയിട്ടുണ്ട്. പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യരാശിക്കുമേൽ അജ്ഞതയും അന്ധകാരവും അക്രമവും ദുരാചാരങ്ങളും നിറഞ്ഞു നിന്ന കാലം ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അറേബ്യയിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായിരുന്ന മക്കയിൽ നടന്ന സംഭവമാണിത്. മക്ക, ഇവിടെയാണ് ഏകദൈവത്തെ ആരാധിക്കുവാനായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പരിശുദ്ധ ഭവനമുള്ളത്. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും പാദസ്പർശമേറ്റ ആ മണ്ണ് കടുത്ത ബിംബാരാധനയിലും അജ്ഞതയിലും മദ്യാസക്തിയിലും മുങ്ങിനിന്ന കാലം. പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അപമാനകരമായി കരുതുകയും അവരെ ജീവനോട് കുഴിച്ചുമൂടുകയും ചെയ്തിരുന്ന ജനത. ഗോത്രങ്ങൾ തമ്മിൽ നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും തലമുറകളോളം യുദ്ധം ചെയ്തിരുന്നു അവർ. സ്ത്രീകളെ വെറും ഭോഗവസ്തുവായി മാത്രമേ അവർ കരുതിയിരുന്നുള്ളൂ. അങ്ങനെ കാലം കടന്നു പോകവേ സർവാന്ധകാരത്തിൽ മുങ്ങിക്കുളിച്ച അവരെ സംസ്കരിക്കാനും ഏകദൈവ വിശ്വാസത്തിൻ്റെ ശീതളഛായയിലേക്ക് നയിക്കാനും കാരുണ്യവാനായ ദൈവം ഒരു ദൂതനെ നിയോഗിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം AD 571 ഖുറൈശി ഗോത്രത്തിലെ ഹാഷിം കുടുംബത്തിൽ അബ്ദുള്ളയുടെയും അമിനയുടെയും മകനായി പിറന്ന സത്യസന്ധൻ. മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു. 6 വയസ്സാകുമ്പോൾ മാതാവ് ആമിനയും മരണപ്പെട്ടു. തുടർന്ന് പിതാമഹൻ അബ്ദുൽ മുത്തലിബിൻ്റെയും അദ്ദേഹത്തിൻ്റെ മരണശേഷം പിതൃവൻ അബൂ ത്വാലിബിൻ്റെയും സംരക്ഷണത്തിലാണ് മുഹമ്മദ് വളർന്നത്. അറേബ്യയിൽ നിലനിന്നിരുന്ന എല്ലാ ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും ചെറുപ്പം മുതലേ തിരുമേനി മുക്തനായിരുന്നു. يسعد فؤادي كلما ذكر الحبيب ترنما ذاك الذي رب العلا صلى عليه وسلم. يسعد فؤادي كلما ذكر الحبيب ترنما ذاك الذي رب العلا صلى عليه وسلم. نبي رب العالمين الصادق الهادي الأمين الطاهر الدمث الذي للحق صار معلما. نبي رب العالمين الصادق الهادي الأمين الطاهر الدمث الذي للحق صار معلما. للحق صار معلما. ذاك الذي رب العلا صلى عليه وسلم.
അറേബ്യയിലെ പ്രബലവും പ്രസിദ്ധവുമായ ഗോത്രമായിരുന്നു ഖുറൈശ്. കഅബയുടെ കൈകാര്യകർത്താക്കളായിരുന്ന അവർ വർഷം തോറും വ്യാപാരമേളകൾ സംഘടിപ്പിച്ചിരുന്നു. അറേബ്യയുടെ ദൂരദിക്കിൽ നിന്ന് പോലും ജനങ്ങൾ ഈ കമ്പോളത്തിലേക്ക് വന്നിരുന്നു. ഈ വ്യാപാരമേളകളോടൊപ്പം ഓരോ വർഷവും മരുഭൂമിയിലെ പുരോഹിതർ ദൈവങ്ങളുടെ ബിംബങ്ങളും കോലങ്ങളും കഅബയിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഏകദൈവ വിശ്വാസത്തിന്റെ കേന്ദ്രമായിരുന്ന കഅബ 360ഓളം വരുന്ന ബിംബങ്ങളെ കൊണ്ടും ബഹുദൈവാരാധനയുടെ അന്ധകാരം കൊണ്ടും നിറഞ്ഞു. എനിക്ക് മാത്രം എത്ര ദൈവങ്ങളുണ്ടെന്നറിയാം. അറിഞ്ഞുകൂടാ. പക്ഷേ ഈ വർഷം ദൈവങ്ങൾക്ക് പൊന്നിന്റെ വില കിട്ടും. ഈ വർഷം ദൈവങ്ങളുടെയും ലാഭങ്ങളുടെയും നടുവിലാണല്ലോ നിങ്ങളുടെ ഈ ഇരിപ്പ്. കാബയിൽ പ്രതിഷ്ഠിക്കാൻ എത്രയെത്ര ദൈവങ്ങൾ. സിറിയയിൽ നിന്നുള്ള കച്ചവട സംഘമാണല്ലോ. അവർ കുറെ യാത്ര ചെയ്തിട്ടുണ്ടാവും. നല്ല ദാഹം കാണും. കിണറിനടുത്ത് 5 പേരെ കൂടി നിയോഗിക്കും. അവർക്ക് വേണ്ടി എത്ര ആടുകൾ ഇറക്കണം? 70 മതിയോ? ഒരു 100 അർത്ഥോ മക്കാരുടെ ആതിഥ്യമര്യാദ അവർക്ക് കാണിച്ചു കൊടുക്കണം. അവരുടെ നേതാക്കന്മാർക്ക് 10 ആട്ടിൻകുട്ടികളെ കൂടി അറുത്തോളൂ. ഹക്കീമിന്റെ വീട്ടിലെ കവിക്ക് വെള്ളവും റൊട്ടിയും എത്തിച്ചു കൊടുക്കൂ. ആ മഹാന്റെ വീട്ടിലാണ് ഗദ്യവും പദ്യവും ഒരുപോലെ കശാപ്പ് ചെയ്യപ്പെടുന്നത്. സഹോദരന്മാരെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവിടെ അപ്പത്തിന് വെള്ളത്തേക്കാൾ കനം കുറവാണ്. വഴിമാറിക്കൊടുക്കൂ. കവിതയെ സ്നേഹിക്കുന്നവരെ വഴിമാറിക്കൊടുക്കൂ. ബഹുമാന്യനായ അബൂ സുഫിയാൻ വരുന്നു. നാട്ടിലെ ധനികനാണ് അദ്ദേഹം. കലയെ സ്നേഹിക്കുന്ന മഹാൻ. അബൂ സുഫിയാൻ കവികളെ അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ അവരുടെ സന്തോഷം ബന്ധുക്കളായി മാറുന്നു. അവരുടെ സ്നേഹം മിത്രങ്ങളായി മാറുന്നു. വീഞ്ഞും അപ്പവും ഇഴകിച്ചേരുന്ന കവിതയുടെ ഞരമ്പുകൾ സുന്ദരമായി സ്പന്ദിക്കുന്നു. അബൂ സുഫിയാൻ കവികളെ അകത്തേക്ക് ക്ഷണിക്കുന്നതോടുകൂടി കവിത വഴിഞ്ഞൊഴുകുകയായി. ചൈനയിൽ നിന്നെത്തിയ 1ാം തരം പട്ടാണ്. വരുവിൻ സൗദിയിൽ ഒന്ന് വന്ന് കണ്ടാലും. ഇതാ ഗുണമേന്മയേറിയ വളരെ വളരെ മൃദുലമായ പട്ടാണ്. ഇതാ വളരെ ആകർഷകമായ നിറങ്ങൾ. ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുത്തോളൂ. ശരി, ഒരു 7 മീറ്റർ എടുത്തോളൂ. 20 ദിനാറാവും. അബൂ സുഫിയാന്റെ ഭാര്യയ്ക്കോ? 15 ദിനാർ. വളരെ നല്ലത്. കഅബയിലെ ദൈവങ്ങൾക്കും അവരുടേതായ ആവശ്യങ്ങളുണ്ട്. അവരെ നന്നായി പോറ്റണം. അവിടെ നിൽക്കുന്ന ആ മനുഷ്യനാരാണ്? അവൻ എൻ്റെ ആത്മാവിലേക്കാണ് നോക്കിയത്. എന്നെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകൂ. മുഹമ്മദ് എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾ എന്താ അവനെ തടയാത്തത്? അവൻ നിങ്ങളുടെ ബന്ധുവല്ലേ? ഒരുപക്ഷെ അവൻ മാറിയേക്കും. മാറാനോ? അസംഭവ്യം. അവനിപ്പോ 40 വയസ്സായി. ധനികയായ അവന്റെ ഭാര്യക്കൊപ്പം മക്കയിൽ തന്നെ താമസിച്ചാൽ മതി.
എന്നിട്ടും വിറച്ചുകൊണ്ട് ആ ഗുഹയിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ് അവൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അസംഭവ്യമാണെന്ന്. നമ്മുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്ന ഉസ്സയുടെ കോപം ഏറ്റുവാങ്ങാൻ, ഐശ്വര്യത്തിന്റെ ദൈവമായ മനാത്തയുടെ ശാപമേൽക്കാൻ, നമ്മുടെ കുടുംബങ്ങളുടെയും ഗോത്രങ്ങളുടെയും ദൈവമായ ലാത്തയുടെയും നമ്മുടെ ഭാവി പ്രവചിക്കാൻ കഴിയുന്ന ഹുബത്തിന്റെയും വെറുപ്പ് സമ്പാദിക്കാൻ ഒരുത്തൻ വന്നിരിക്കുന്നു. ഈ ഭവനത്തിലുള്ള ദൈവങ്ങളെ വെല്ലുവിളിക്കുന്നത് അപകടമാണ്, കലാപത്തിന്റെ സൂചനയാണ്, ദൈവനിഷേധമാണ്. അതെ, മുഹമ്മദ് അവന് തന്നെയാണ് നാശം വരുത്തി വെക്കുന്നത്. ഓരോ വർഷം ചന്ത കഴിയുമ്പോഴും ഞാൻ ദുഃഖിതനാണ്. അടുത്ത ചന്തക്ക് ഞാൻ ഉണ്ടാകണമെന്നില്ല. നീ ശ്വാസം വിട് സാഹിബ്. മുഹമ്മദ് ഹിറയിൽ നിന്ന് തിരിച്ചെത്തിയോ? 3 ദിവസമായി അദ്ദേഹം അവിടെ തന്നെയാണ്. ഇല്ല, ഞാൻ അവനെ കണ്ടിട്ടില്ല. അദ്ദേഹം മടങ്ങുന്ന വഴിക്ക് താങ്കളുടെ അടുത്തേക്ക് വന്നിരിക്കുമെന്നാണ് ഖദീജ പറയുന്നത്. അവൻ എപ്പോഴും മലമുകളിൽ തന്നെയാണ്. 3 ദിവസം? അവനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയമാകുന്നു. എന്താണ് അവന്റെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാവുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 വയസ്സായപ്പോൾ മക്കയിൽ നിന്നും 3 കിലോമീറ്റർ അകലെ ജബലന്നൂർ എന്ന മലയിൽ ഹിറാ ഗുഹയിൽ പോയി ഏകാന്തനായിരിക്കുക പതിവായിരുന്നു. അദ്ദേഹം ഇപ്പോഴും വിറച്ചുകൊണ്ട് പുതച്ചുമൂടി കിടക്കുകയാണ്. പക്ഷേ സംസാരിച്ചു. സാഹിദ്, എന്റെ മുഹമ്മദിന് മലമുകളിൽ വെച്ച് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ഗുഹയിൽ ഏകനായിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് മുമ്പിൽ ഒരു മലക്ക് പ്രത്യക്ഷപ്പെട്ടു. മലക്ക് പറഞ്ഞു, വായിക്കൂ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. മലക്ക് വീണ്ടും കൽപ്പിച്ചു, വായിക്കുക. നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ, രക്തപിണ്ഡത്തിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചവനായ, മനുഷ്യനറിയാത്തത് പഠിപ്പിച്ചവനാണവൻ. വായിക്കുക. അതൊരു പക്ഷേ ജിബ്രീലായിരിക്കാം, അല്ലെങ്കിൽ സ്വപ്നമായിരിക്കാം, ആർക്കറിയാം. അദ്ദേഹം മലയിൽ നിന്നിറങ്ങി വരുമ്പോൾ ചക്രവാളത്തിൽ മനുഷ്യരൂപത്തിൽ അദ്ദേഹം മലക്കിനെ കണ്ടു. അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം മലക്കിനെ കണ്ടുകൊണ്ടിരുന്നു. മലക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ജിബ്രീലാണ്. നീ മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ്. മുഹമ്മദ് ആരോടൊക്കെയാണത് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ഭാര്യയോട്, അലിയോട്, പിന്നെ സ്നേഹിതൻ അബൂബക്കറിനോട്. അപ്പോൾ നീയോ? ഞാൻ അദ്ദേഹത്തിൻ്റെ വളർത്തുപുത്രനല്ലേ. മറ്റാരോടെങ്കിലും ഇത് പറയുന്നത് സൂക്ഷിച്ചു വേണം. നീ അവനോട് ചെന്ന് പറയണം, അവനെ ചെറുപ്പത്തിൽ സംരക്ഷിച്ച ഞാൻ തന്നെ ഇനിയും സംരക്ഷിക്കാൻ തയ്യാറാണെന്ന്. അതിനപ്പുറം മൂസായുടെ ദൈവം അവനോട് സംസാരിച്ചുവെന്നാണ് ജനം പറയുന്നത്. ക്രിസ്താബ്ദം 610 മുതൽ ലോകാവസാനം വരെയുള്ള സർവ്വ മനുഷ്യർക്കും ദൈവത്തിൽ നിന്ന് അവതരിച്ച ഖുർആൻ എന്ന ഗ്രന്ഥത്തിൻ്റെ അവതരണത്തിൻ്റെ തുടക്കമായിരുന്നു അത്. ഹിറാ ഗുഹയിൽ നിന്ന് ദിവ്യബോധനം കിട്ടിയത് മുതൽ 23 വർഷത്തെ ജീവിതത്തിനിടയിൽ പലപ്പോഴായി കിട്ടിയ ദൈവിക വചനങ്ങളുടെ സമാഹാരമാണ് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് മുഹമ്മദിനെ നിലക്കിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യും. അവൻ നഗരങ്ങളെ വിഭജിക്കുന്നു, കുടിലുകളും കൊട്ടാരങ്ങളും വേർതിരിക്കുന്നു, രക്ഷിതാക്കൾക്കെതിരെ മക്കളെ തിരിച്ചുവിടുന്നു. ചെറുപ്പക്കാരെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കുന്നു, അവൻ അവരെ ആകർഷിക്കുന്നു. നമ്മൾ അറബികളാണ്, നമ്മൾ പിതാക്കന്മാരെ അനുസരിക്കുന്നവരാണ്. നമ്മുടെ മക്കൾ നമ്മുടെ ഗുരുക്കന്മാരാവണ്ട. ഇന്നലെ വരെ തെരുവിൽ കണ്ടൊരു മനുഷ്യൻ ഇന്ന് ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക?
മരിച്ചവരെല്ലാവരും പുനർജനിക്കുമെന്നാണ് അവൻ പറയുന്നത്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് മരിച്ചു കഴിഞ്ഞാലും ജീവൻ തിരിച്ചു നൽകാൻ കഴിയുമത്രേ. ദൈവങ്ങൾ നമ്മെ കൈവിട്ട് മറ്റേതെങ്കിലും നഗരത്തിലേക്ക് പോകുമോ എന്നാണ് എന്റെ പേടി. അവനോട് പറയൂ, അവന് ഞങ്ങൾ അധികാരം നൽകാം, സ്ഥാനവും, കഅബയുടെ താക്കോൽ, പിന്നെ പണവും അവൻ ആവശ്യപ്പെടുന്ന അത്രയും. പിന്നെ അവൻ ആവശ്യപ്പെടുന്ന എന്തും നൽകാമെന്ന് പറഞ്ഞേക്കൂ. മുഹമ്മദ്, നീ സ്വയം ഇതിൽ നിന്ന് പിന്തിരിയണം. താങ്ങാൻ കഴിയുന്നതിലപ്പുറമുള്ള ഭാരം ഈ വൃദ്ധന്റെ തലയിൽ കെട്ടിവെക്കരുത്. കുഞ്ഞായിരിക്കുമ്പോൾ നീ എൻ്റെ ഈ കൈകളിലായിരുന്നു. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കില്ല. നീ അവരെ നിഷേധിച്ചാൽ അവർ നിന്നെ നശിപ്പിക്കും. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അവന്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ചു കൊടുത്താലും ദൈവത്തിന്റെ കൽപ്പനയ്ക്കെതിരായിട്ട് അവൻ പ്രവർത്തിക്കില്ലെന്ന്. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് നീ എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്കെന്നെ അനുസരിച്ചൂടെ? നീ എന്തിനാണ് ഉപ്പയെ വേദനിപ്പിക്കുന്നത്? എല്ലാ ദിവസവും ഞാൻ കള്ളുകുടിക്കുകയും രാത്രികാലങ്ങളിൽ ചോദു കളിക്കുകയും ചെയ്താൽ അതൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ മുതൽ നീ എന്റെ സഹോദരനല്ല. നിങ്ങളെല്ലാവരും എന്റെ മക്കളാണ്. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയും തരാൻ ഞാൻ തയ്യാറാണ്. അതിനേക്കാൾ കൂടുതൽ മുഹമ്മദ് എനിക്ക് തരുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, ഈ ലോകത്തിന് മൊത്തം. ഇവനെ ചവിട്ടി പുറത്താക്കിയാണ് വേണ്ടത്. അത് വലിയതോ ഞാനോ അല്ല, നമ്മുടെ ഉപ്പയാണ്. നീ എന്തിനാ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നു? നിൽക്ക് ഉദൈഫ, നിൽക്ക്. മിസ്സപ്പ്, ഇതൊരു പുതിയ കണ്ടെത്തലാണെന്ന് അവരെങ്ങനെ പറയും? ഇത് പുതിയതല്ലല്ലോ. പക്ഷേ മക്കയിൽ ഇത് പുതിയതാണ്. അള്ളാഹു ഇത് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണല്ലോ. നൂഹിനോടും മൂസയോടും ഈസയോടും മറ്റെല്ലാ പ്രവാചകന്മാരോടും. പക്ഷേ ജനങ്ങളിത് മാറ്റിമറിച്ചു, പിന്തിരിഞ്ഞു, മറന്നുകളഞ്ഞു. ഇപ്പോഴത് വീണ്ടും അള്ളാഹു തിരുമേനിയോട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണിത് പുതിയതായത്. ആരാണത്? അത് ജാഫറാണ്. നീ എന്താണ് കൊണ്ടുവന്നത്? അള്ളാഹുവിന്റെ വചനങ്ങളാണ്. സൂര്യൻ ചുരുട്ടപ്പെടുമ്പോൾ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, പർവ്വതങ്ങൾ ചലിക്കപ്പെടുമ്പോൾ, പ്രസവമെടുത്ത ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെടുമ്പോൾ, വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, കടലുകൾ കത്തിക്കപ്പെടുമ്പോൾ, ആത്മാക്കൾ കൂട്ടിയിണക്കപ്പെടുമ്പോൾ, എന്ത് കുറ്റം ചെയ്തിട്ടാണ് താൻ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടതെന്ന് പെൺകുട്ടി ചോദിക്കപ്പെടുമ്പോൾ, ഏടുകൾ തുറക്കപ്പെടുമ്പോൾ, ആകാശം മറനീക്കി കാണിക്കപ്പെടുമ്പോൾ, സ്വർഗം അടുപ്പിക്കപ്പെടുമ്പോൾ, ഓരോ ആത്മാവും അത് ചെയ്തതെല്ലാം അറിയും. ജാഫർ, തിരുമേനിക്ക് വഹിയിറങ്ങുമ്പോൾ നിങ്ങളവിടെ ഉണ്ടായിരുന്നോ? നേരം എടുക്കാറായി.
അമ്മാർ, ആദ്യം നീ, അടുത്തത് ജാഫർ. അമ്മാർ, നിന്നെ ഓർത്ത് നിന്റെ ഉമ്മ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. അറിയോ നിനക്ക്? ക്ഷമിക്കണം ഉപ്പ. നീ എവിടെയായിരുന്നു? നീ വീണ്ടും മുഹമ്മദിനെ കാണാൻ പോയോ? ഇനി എന്താണാവോ സംഭവിക്കുക? അവനോട് ക്ഷമിക്കുക. ഇതെന്റെ തെറ്റാണ്. ആ ദൈവം ഇത്രയും കാലം നമ്മളെ സംരക്ഷിച്ചു. എന്നിട്ടും അത് വീണു. അതിനെ സംരക്ഷിക്കാൻ അതിന് തന്നെ കഴിയുന്നില്ല. മുഹമ്മദ് എന്തൊക്കെയാണ് നിനക്ക് പറഞ്ഞു തന്നത്? ശരിയായ ദൈവം അദൃശ്യനാണ്. അമ്മാർ, നമ്മൾ എന്നും ഖൈബയിൽ ദൈവങ്ങളെ കാണുന്നില്ലേ? എനിക്ക് നിന്റെ കാര്യത്തിൽ ഭയമുണ്ട്. നീ ജനങ്ങളെ സൂക്ഷിക്കണം. അവർ നിന്നെ ഉപദ്രവിക്കും. നബി തിരുമേനിയുടെ വാക്കുകളാണ് എനിക്ക് വലുത്. മുഹമ്മദ് ഉദാരമതിയാണ്. അവൻ എല്ലാവർക്കും വിഹിതം നൽകുന്നു. ഒന്ന് പുഞ്ചിരിക്കാതെ അവൻ കടന്നു പോകാറില്ല. പക്ഷേ അവൻ പ്രചരിപ്പിക്കുന്നത് അപകടകരമായ ആശയങ്ങളാണ്. അപകടകരമായ ആശയങ്ങളോ? ഒരു മനുഷ്യനും പട്ടിണി കിടക്കരുത്, ധനികൻ പാവപ്പെട്ടവനെ അവഗണിക്കരുത്, ശക്തൻ ദുർബലനെ കീഴ്പ്പെടുത്തരുത് എന്നിവയൊക്കെയാണോ അപകടകരമായ ആശയങ്ങൾ? പെൺകുട്ടികളെ അവരുടെ സമ്മതമില്ലാതെ വിവാഹത്തിന് നിർബന്ധിക്കരുതെന്ന് അദ്ദേഹം പറയുന്നു. ഇന്ന് തിരുമേനി ഞങ്ങളോട് പറഞ്ഞു, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്നത് അവസാനിപ്പിക്കണമെന്ന്. നിന്റെ ഈ ഉമ്മയെ ലഭിച്ചതിൽ ഞാൻ ഭാഗ്യവാനാണ്. നിനക്കറിയുമോ, ഞാനും നീയും ഒരിക്കലും നിന്റെ ഉപ്പയെ കണ്ടുമുട്ടില്ലായിരുന്നു. നീ ഒരിക്കലും എന്റെ വയറ്റിൽ ജനിക്കില്ലായിരുന്നു. എന്റെ 2 സഹോദരിമാരെ പോലെ എന്നെയും കുഴിച്ചുമൂടാൻ ഒരുങ്ങിയതായിരുന്നു. പക്ഷെ എന്റെ ഉപ്പ അത് ചെയ്തില്ല. മൂന്നാമതും അത് ചെയ്യാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചില്ല. എന്റെ 2ാമത്തെ സഹോദരിയെ കുഴിച്ചുമൂടുന്ന സമയം എന്റെ ഉപ്പ അവളുടെ മേൽ മണ്ണിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏത് കുഞ്ഞും ചെയ്യുന്ന പോലെ അവൾ ഉപ്പയുടെ കൈവിരൽ പിടിച്ച് ചിരിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഉപ്പ എന്റെ ഉമ്മയോട് പറഞ്ഞിരുന്നു, അവളുടെ പിടുത്തം അല്പം അയഞ്ഞപ്പോ കൈ വേർപെടുത്തി കുഴിമൂടിയെന്ന്. ഞാൻ ജനിച്ചപ്പോൾ എന്നെ കുഴിച്ചു മൂടാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടോടിപ്പോയി. അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. സുമയ്യ, അത് ആചാരമാണ്. പക്ഷെ അത് തെറ്റാണ്. ഇത്തരം തിന്മകൾക്ക് കൂട്ടു നിൽക്കുന്ന ദൈവങ്ങൾ ദൈവങ്ങളല്ല. നമുക്കെല്ലാവർക്കും തിരുമേനിയെ ചെന്ന് കാണാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാം. അതെ, മുഹമ്മദ് നല്ലവനാണ്. അതെ, ഇപ്പോൾ നീ ചെല്ലൂ. രണ്ടാളുകൾ അവനെ പിന്തുടരുന്നു. വായിക്കാനോ? അതിന് മുഹമ്മദിന് എഴുതാനും വായിക്കാനും അറിയില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയാം. നീ എന്താണ് പറഞ്ഞത്? അവന് സംസാരിക്കാൻ കഴിയുമെന്നോ? കൊള്ളാം. അതുപോലെ നിനക്കിപ്പോൾ സംസാരിക്കാൻ കഴിയുമോ? എങ്കിൽ പറയൂ, ഞങ്ങൾ കേൾക്കട്ടെ. മുഹമ്മദ് എന്താണ് പറയുന്നത്? അവ ദൈവവചനങ്ങളാണ്, അദ്ദേഹത്തിൻ്റെതല്ല. ഏത് ദൈവങ്ങൾ? എന്തു വചനങ്ങൾ? ഒരു സംസാരിക്കുന്ന ദൈവമോ? നിന്റെ മുഹമ്മദ് അവനോട് തന്നെയാണ് സംസാരിക്കുന്നത്. തിരുമേനിക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വചനങ്ങൾ ഓർത്തുവെക്കുകയും
എഴുത്തുകാരോട് എഴുതാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ഖുർആൻ. പട്ടിണി കിടന്ന് മുഹമ്മദിന് സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവനിപ്പോഴും കണ്ണടച്ച് പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുകയല്ലേ? അദ്ദേഹം കണ്ണടച്ചാലും ഹൃദയം എപ്പോഴും തുറന്നിരിക്കും. നിന്റെ ഈ അതിബുദ്ധിക്ക് ചവിട്ടാണ് കിട്ടേണ്ടത്. അതുകൊണ്ടൊന്നും കാര്യമില്ല. ദൈവങ്ങൾ ഇവിടെ താമസിപ്പിച്ചാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്ന കാര്യം മുഹമ്മദിന് അറിയില്ലെന്നുണ്ടോ? കഅബയുടെ അധികാരം ഞങ്ങൾക്കാണ്. എല്ലാ വർഷവും ഓരോ ഗോത്രങ്ങളും ഈ മക്കയിൽ വന്ന് കഅബയിൽ പ്രാർത്ഥിക്കുകയും നമ്മുടെ ദൈവങ്ങളെ വാങ്ങുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു ദൈവത്തിനു വേണ്ടി നമ്മുടെ 300 ദൈവങ്ങളെ എങ്ങോട്ട് മാറ്റും? അദൃശ്യനായ ദൈവം തായിഫിലും മദീനയിലും എന്റെ ഈ വീട്ടിലും ജെറൂസലേമിലും ചന്ദ്രനിലും വരെയുണ്ടെന്ന്. പിന്നെ ഈ മക്കയുടെ സ്ഥിതി എന്താവും? ദൈവങ്ങൾ നമുക്ക് ആരാധനയ്ക്കും വരുമാനത്തിനുമുള്ളതാണ്. യഥാർത്ഥ ദൈവത്തെ ആർക്കും വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല. എടോ, നിനക്ക് ചാട്ടവാറടിക്കുള്ള സമയമായിരിക്കുന്നു. അമ്മാർ, അവിവേകം കാണിക്കരുത് കുട്ടി. ഒരു ചോദ്യം. മുഹമ്മദ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരടിമ യജമാനു തുല്യമാണെന്നാണ്. ഞാൻ പണം കൊടുത്ത് വാങ്ങിയ ഈ കറുത്ത ബിലാൽ എനിക്ക് തുല്യമാണോ? അതെ. എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ മുന്നിൽ ചീർപ്പിലെ പല്ലുകൾ പോലെ സമന്മാരാണെന്നാണ് പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത്. തെണ്ടുകൾക്കും അടിമകൾക്കും പറ്റിയ നല്ല ആശയമാണത്. അങ്ങനെ അവർക്ക് ഞെളിഞ്ഞു നടക്കാമല്ലോ. ബിലാൽ, അടിമയും ഉടമയും തമ്മിലുള്ള വ്യത്യാസം ഈ വിവരം കെട്ടവനെന്ന് കാണിച്ചു കൊടുക്ക്. ചാട്ടവാറെടുക്കൂ. ഈ ചാട്ട കൊണ്ടവൻ പഠിക്കട്ടെ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അടിക്കവനെ, 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 അടിക്കാൻ. അടിക്കൂ ബിലാൽ. അവരനുസരിക്കൂ, ഇല്ലെങ്കിൽ അവർ നിന്നെ കൊല്ലും. എന്തൊരരാജകത്വമാണ് അവർ കൊണ്ടുവന്നത്! അത് നമ്മുടെ അടിമകളെ പോലും ബാധിച്ചിരിക്കുന്നു. നീയൊരു മനുഷ്യജീവിയാണെങ്കിൽ മനസ്സിലാക്കുക, ഇവിടെയുള്ള ദൈവങ്ങളെല്ലാം നിന്റെ യജമാനന്റേത് കൂടിയാണ്. നിന്നെ ഞാൻ വാങ്ങിയപ്പോൾ നിന്റെ അവകാശങ്ങൾ കൂടിയാണ് ഞാൻ വാങ്ങിയത്. നിന്നെ ഞാൻ നന്നാക്കിയെടുക്കും. അല്ലാഹു ഏകനാണ്, അവന് പങ്കുകാരില്ല. ആരാണിപ്പോൾ ശക്തൻ? നിന്റെ യജമാനോ നിന്റെ ഏകദൈവമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പാറക്കല്ല് കൊണ്ടുവരൂ. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. അവന്റെ കഥ തീർത്തില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അടിമ സുവിശേഷം പ്രസംഗിക്കുമെന്ന് ആരറിഞ്ഞു? ഉമയ്യ, അബൂബക്കർ 100 ദിനാറിന് ഈ അടിമയെ വാങ്ങാൻ തയ്യാറാണ്. നിൽക്കൂ. ഒരടിമയെ നന്നാക്കുന്നതിനിടയ്ക്ക് അവനെ വിൽക്കുവാൻ നിയമമില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ? എനിക്ക് ഉമയ്യയോടാണ് സംസാരിക്കാനുള്ളത്. 200 ദിനാർ. അടിമകളുടെ വില കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മളും അതേ വിലയ്ക്ക് അവരെ വാങ്ങേണ്ടി വരും. എടുത്തോ, കൊല്ലുകയോ പോറ്റുകയോ എന്തു വേണമെങ്കിലും ചെയ്തോ, എനിക്കവന് ആവശ്യമില്ല. നമ്മൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അള്ളാഹു പ്രവാചകനോട് സത്യമാർഗത്തെക്കുറിച്ച് പരസ്യ പ്രഖ്യാപനം നടത്താൻ കൽപ്പിച്ചിരിക്കുന്നു. ജനലുകൾ തുറന്നിടൂ, ലോകം മുഴുവൻ കേൾക്കട്ടെ.
ഞങ്ങൾ ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുക, ദൈവദൂതന്റെ വചനങ്ങൾ കേൾക്കുക. മുഹമ്മദും ഇസ്ലാം എന്ന് പേരുള്ള അവന്റെ കലാപസേനയും നമ്മുടെ ദൈവങ്ങളെയും മതങ്ങളെയും നിഷ്കാസനം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുന്നു. കഅബയിലേക്ക് അവരെ അടുപ്പിക്കരുത്, അവരെ ആട്ടിയോടിക്കണം. നമ്മുടെ ദൈവങ്ങളെ സംരക്ഷിക്കൂ. അവരെ നശിപ്പിക്കാൻ പറ്റിയ സമയമാണിത്. ആകെ 30 പേരേ ഉള്ളൂ. വേണ്ട, നമ്മൾ ആവശ്യത്തിന് ചെയ്തു കഴിഞ്ഞു. ഇനിയും ചെയ്ത ജനങ്ങൾക്ക് അവരോട് സഹതാപം കൂടും. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ പറയുക, ഹേ സത്യനിഷേധികളെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. മിണ്ടാതെ പോടാ, നിന്റെ ഒരു കള്ളപ്രവാചകൻ. അടിച്ചു കൊല്ലവനെ. തിരുമേനിയെ സംരക്ഷിക്കൂ. നീ ധീരൻ തന്നെ. നിരായുധരായ ആളുകളെ കാണുമ്പോൾ ശൗര്യം കാണിക്കുന്ന ഈ മരുഭൂമിയിലെ മഹാധീരൻ മുഹമ്മദ്. അവൻ കള്ളനാണ്. കള്ളനോ? നിങ്ങൾ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിച്ചോ? സത്യമാണോ കള്ളമാണോ എന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കട്ടെ. മുഹമ്മദ് ഒരു തെമ്മാടിയാണ്. എഴുന്നേൽക്ക്. ധൈര്യമുണ്ടെങ്കിൽ തിരിച്ചടിക്ക്.
ഞാനും അദ്ദേഹത്തിന്റെ മതത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഏറ്റുമുട്ടാൻ ധൈര്യമുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ എന്നോട് ഏറ്റുമുട്ട്.